ട്രൂ ഓർ ഫോൾസ് ആണ് ഈ റൗണ്ട്. സോ ഇതിലും സെയിം നേരത്തെ പോലെ തന്നെ 12 ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ഓപ്ഷനേ ഉള്ളൂ, ട്രൂ ഓർ ഫോൾസ്. സോ ഇതിനും ഓരോ കണ്ടസ്റ്റൻ്റ് 2 ക്വസ്റ്റ്യൻ വെച്ച് കിട്ടും, സെയിം നേരത്തെ പോലെ തന്നെ. ഒരു ക്വസ്റ്റ്യന് 100 പോയിന്റ്. പക്ഷെ തെറ്റുത്തരം പറയുകയാണെങ്കിൽ 50 പോയിന്റ് കുറയ്ക്കുന്നതായിരിക്കും. ദെയർ വിൽ ബി 50 പോയിന്റ്സ് വിൽ ബി ഡിഡക്റ്റഡ്. ആൻഡ് പാസിംഗ് ഇല്ല ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് വെച്ച് തന്നെ തുടങ്ങാം. സോണി എൽ, ക്വസ്റ്റ്യൻ നമ്പർ സെലക്ട് ചെയ്യുക. 1. ആൻസർ അല്ല, പറയണം, ആൻസർ പറയണം. ട്രൂ ഓർ ഫോൾസ്, 2 ഓപ്ഷൻ അല്ലേ ഉള്ളൂ, ട്രൂ ഓർ ഫോൾസ്. പറയാതിരുന്ന പോയിന്റ് ഇല്ലെന്നേ ഉള്ളൂ, പാസ്സൊന്നും ആവത്തില്ല. നെഗറ്റീവ് ഇല്ല, പറയാതിരിക്കാം. പക്ഷെ 15 സെക്കൻഡേ ഉള്ളൂ, അതിനുള്ളിൽ പറയണം. സോണിയാണേ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം രാവിലെ കല്ലറ സന്ദർശിച്ച സ്ത്രീകൾ മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് അത് ശൂന്യമായി കാണപ്പെട്ടു. ട്രൂ ഓർ ഫോൾസ്? The woman who visited the tomb on resurrection day morning found it empty according to Mark's gospel. True or false? ശരിയോ തെറ്റോ? പറയുന്നുണ്ടോ അതോ പറയുന്നില്ല. ഓക്കെ, അടുത്ത ആൾക്ക് ചൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ 3. മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തം അത്രേ ഉണ്ടായത് എന്ന ചൊല്ല് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണപ്പെടുന്നു. ട്രൂ ഓർ ഫോൾസ്? പറയുന്നില്ലെങ്കിൽ പറയുന്നില്ലെന്ന് പറയണേ. പറയുന്നില്ല. ഓക്കെ, അടുത്തത് പോൾസൺ. ഏത് ക്വസ്റ്റ്യൻ വേണം? 2. ഏതെങ്കിലും സുവിശേഷങ്ങളിൽ യേശു വാക്കാൽ മശിഹ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. The term Mashiach appears explicitly in the mouth of Jesus himself in any of the Gospels. True or false? True. നോക്കാം. തെറ്റുത്തരമാണ്. യേശു വാക്കാൽ മശിഹ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്ത നെഗറ്റീവ് 50 പോയിന്റ്സ്. ജോളി ജയകുമാർ സെലക്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ 7. ദൈവപുത്രൻ എന്ന പദം സുവിശേഷങ്ങളിൽ യേശു മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. The term Son of God is used exclusively by Jesus himself in the Gospels. True or false? False. നോക്കാം. ശരി ഉത്തരം. മറ്റേ വോയിസ് വന്നതും ദൈവപുത്രൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ബ്യൂളയോടാണ്. ഏത് ക്വസ്റ്റ്യൻ വേണം? 5. എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന വാക്യം പദാനുപദം എല്ലാ സുവിശേഷങ്ങളിൽ ഉണ്ട്. The saying, whoever wants to be my disciples must deny themselves and take up their cross and follow me, appears verbatim in all 4 Gospels. True or false? False. നോക്കാം. ശരി ഉത്തരം. 100 പോയിന്റ്. പേഴ്സിസ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. 10. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന യേശുവിൻ്റെ കൽപ്പന മത്തായി സുവിശേഷത്തിൽ മാത്രം കാണുന്നു. The Great Commission instructing disciples to go and make disciples of all nations is only found in Matthew's Gospel. True or false? പറയുന്നില്ല. ഓക്കെ, അടുത്തത് സോണിയൽ. ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. 6. യോഹന്നാന്റെ സുവിശേഷം മറ്റു സുവിശേഷങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുവിനെ ചിത്രീകരിക്കുന്നു. The Gospel of John portrays Jesus performing a greater number of miracles than the synoptic Gospels. True or false? True. നോക്കാം. തെറ്റാണ്. ജോണിൽ മിറാക്കിൾസ് കുറവാണ്. -50. ഓക്കെ, അടുത്ത എസ്തറിനോട്. ഏത് ക്വസ്റ്റ്യൻ വേണം?
8. കല്ലറയ്ക്കിൽ നിന്ന് യേശുവിനെ കണ്ടുമുട്ടിയ ഭൂതഗ്രസ്തനെ 4 സുവിശേഷങ്ങളിലും ലെഗ്യോൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. The demon possessed man encountered by Jesus among the tombs was called Legion by all 4 Gospels. True or false? False. False. നോക്കാം. ശരി ഉത്തരം 100 പോയിന്റ് കിട്ടിയിരിക്കുന്നു. അടുത്ത പോൾസൺ, ഏത് ക്വസ്റ്റ്യൻ വേണം? 11. നല്ല ശമര്യക്കാരൻ്റെ ഉപമ ലൂക്കോസിൽ മാത്രമാണ് കാണുന്നത്. The parable of the good Samaritan is only found in Luke. True or false? True. നോക്കാം. ശരി ഉത്തരം 100 പോയിന്റ്. അടുത്ത ജോളി ജയകുമാർ, ഏത് ക്വസ്റ്റ്യൻ വേണം? 9. ഓക്കെ. യേശുവിനെ യഹൂദന്മാരുടെ രാജാവ് എന്ന തിരിച്ചറിയുന്ന കുരിശിലെ മേലെഴുത്ത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരിക്കുന്നു. The inscription on the cross identifying Jesus as King of the Jews was written in Hebrew, Latin and Greek. True or false? False. False. നോക്കാം. തെറ്റുത്തരാണ്. 50 പോയിന്റ്സ് നെഗറ്റീവ് ആണ്. അടുത്ത ബ്യൂള. 12. യേശുവിൻ്റെ അവസാനത്തെ അത്താഴം പെസഹ ആയിരുന്നു. The last supper was a Passover meal. True or false? True. നോക്കാം. ശരി ഉത്തരം. 100 പോയിന്റ്സ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേഴ്സസിനോട്, 4th ക്വസ്റ്റ്യൻ ആണ്. മുടിയനായ പുത്രൻ്റെ ഉപമ എല്ലാ സുവിശേഷങ്ങളിലും കാണാം. The parable of the prodigal son appears in all 4 Gospels. True or false? False. നോക്കാം. ശരി ഉത്തരം. 100 പോയിന്റ്. തേർഡ് റൗണ്ട് ആണ്. അത് എന്ത് റൗണ്ടാന്ന് നോക്കാം. ഫാസ്റ്റസ്റ്റ് ഫിംഗർ ഫസ്റ്റ്, ബസർ റൗണ്ട് ആണ്. ഈ റൗണ്ടിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഒന്നുമില്ല. ഓക്കെ. ഇതൊരു ക്വസ്റ്റ്യൻ ഞാൻ വായിച്ച് കഴിഞ്ഞിട്ടേ ബസർ അടിക്കാവൂ. കാര്യം ഇതിനകത്ത് ചിലപ്പോൾ പടങ്ങൾ കാണും, വീഡിയോസ് കാണും, അങ്ങനെയൊക്കെ കാണും. സോ അത് അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലേ ബസർ അടിക്കാവൂ. ക്വസ്റ്റ്യൻ കണ്ടല്ലേ ആൻസർ ബസർ അടിച്ച ആൻസർ പറയണം. ക്വസ്റ്റ്യൻ വായിക്കാം, പക്ഷെ അതിനകത്ത് ആൻസർ പറഞ്ഞിരിക്കണം. മനസ്സിലായോ? ഞാൻ ബാക്കി പറയാം. അടുത്ത റൂൾ. The first participant to press the buzzer have to answer the question without wasting time. ബസർ അടിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. ചിന്തിച്ചിട്ട് ബസർ അടിച്ചാൽ അപ്പോൾ തന്നെ ആൻസർ പറയണം. ഓക്കെ. 200 പോയിന്റ്സ് വിൽ ബി അവാർഡ്. 200 പോയിന്റ് കിട്ടും കറക്റ്റ് ആൻസർ പറഞ്ഞാൽ. കറക്റ്റ് ആൻസർ, ഫുൾ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ 200 പോയിന്റ്സ്. ഹാഫ് ആൻസർ അല്ലെങ്കിൽ പാർഷ്യൽ ആൻസറെ കറക്റ്റ് ഉള്ളെങ്കിൽ 50 പോയിന്റേ കിട്ടത്തുള്ളൂ. ഇഫ് റോങ്, തെറ്റിച്ചാ പറയുന്നതെങ്കിൽ 100 പോയിന്റ് ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ പാസിംഗ് ഇല്ല. ഓക്കെ, പാസിംഗ് ഇല്ല. ഓക്കെ, തുടങ്ങാം. 6 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തുടങ്ങാം. എല്ലാവരും ബസർ റെഡിയാണല്ലോ? കണക്ട് ദ ഡോട്ട്സ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുറേ പടങ്ങൾ തരും, അത് വെച്ച് കണക്ട് ചെയ്തിട്ട് പടങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾ സ്ക്രീൻ കാണാമല്ലോ? ഓക്കെ, പടങ്ങൾ തരും. ആ പടങ്ങളെ കണക്ട് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നിങ്ങൾ പറയാൻ. ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. ഇതാണ് പടങ്ങൾ. ആൻസർ പറയരുത്. നിങ്ങളുടെ മനസ്സിൽ ഇത് എന്താണെന്ന് ചിന്തിച്ച് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ ആണ് ആൻസർ പറയേണ്ടത്. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ: ഇത് പരാമർശിച്ചിരിക്കുന്ന സുവിശേഷം അധ്യായം ഏതാണ്? പറഞ്ഞോളൂ. പേഴ്സിസ് പറഞ്ഞോ. യോഹന്നാന്റെ സുവിശേഷം. അധ്യായവും പറയണം. 8-ാമത്തെ അധ്യായം. നോക്കാം, ശരിയാണോ നോക്കാം. ശരിയാണോ നോക്കാം. ജോൺ 9 ആണ്. 50 പോയിന്റ്സ്. ഹാഫ് പാർഷ്യൽ കറക്റ്റ് ആയതുകൊണ്ട് 50 പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ റൗണ്ട് മനസ്സിലായല്ലോ? ഇതും കണക്ട് ദ ഡോട്ട്സ് ആണ്. ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. പടം വന്നിട്ട് ബസർ അടിക്കരുത്, ക്വസ്റ്റ്യൻ വന്നിട്ട് ബസർ അടിക്കാവും. ഇതാണ് പടം. കണക്ട് ചെയ്തല്ലോ? ക്വസ്റ്റ്യൻ: യേശു ഇവിടെ പറഞ്ഞ അരാമ്യ വചനം പരാമർശിക്കുന്ന ഏക സുവിശേഷം ഏതാണ്? ജോളി ജയകുമാർ പറഞ്ഞോളൂ. പെട്ടെന്ന് പറ. മർക്കോസ് ആണോ? നോക്കാം. കറക്റ്റ് ആൻസർ. 200 പോയിന്റ്സ്. ജോളി ജയകുമാർ.
ഓക്കെ, ഇതും കണക്റ്റഡ് ഡോട്ട്സ് ആണ്. വിച്ച് ഈസ് ദ ഗോസ്പൽ? ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇനി പടം വന്നു കഴിഞ്ഞ് എനിക്ക് ആൻസർ പറയാം. ഓക്കെ, ഏത് സുവിശേഷമാണ് ഇത്? മൊത്തം പടങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ആൻസർ പറയാം. ഓക്കെ, ഓക്കെ, പേഴ്സിസ് ആണ്. പറഞ്ഞോളൂ ആൻസർ. ഏത് ഗോസ്പലാണ്? ലൂക്കോസ്. ലൂക്കോസ്. നോക്കാം, മത്തായിയുടെ ഗോസ്പലാണ്. കാരണം മീൻ മറ്റേ പത്രോസിനോട് മീൻ പിടിക്കാൻ പറഞ്ഞിട്ട് കോയിൻ കൊടുക്കുന്നു. പിന്നെ 10 വിർജിൻസ് മാത്യുവിലാണുള്ളത്. ഇതെല്ലാം കണക്ട് ചെയ്ത് മാത്യുവിലാണുള്ളത്. അതിനെ ഞാൻ പറഞ്ഞു ഫുൾ വന്നിട്ട് ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞു. സോ -100. ഓക്കെ, ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. ഇതൊരു വീഡിയോ ആണ്. വീഡിയോ ഫുൾ കാണുക. അതിന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തിൻ്റെ വീഡിയോ ആണെന്ന്. ക്ലിയർ ആണല്ലോ സ്ക്രീന്? ഓക്കെ, ഓക്കെ, ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞിട്ട് വരും. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുന്നു. ലൂക്കോസിൽ എത്ര ദിവസം കഴിഞ്ഞാണ് ഇത് സംഭവിക്കുന്നത്? ലൂക്കോസിൽ 8 ദിവസം. 8 ദിവസം. ശരി ഉത്തരം. 200 പോയിന്റ്. ജോളി ജയകുമാർ. എല്ലാവരുടെ കയ്യിലും പേപ്പറും പെന്നും ഉണ്ടല്ലോ. ഓക്കെ, ആഡ് ചെയ്യണം. കുറേ ക്വസ്റ്റ്യൻസ് വരും. അതിനകത്ത് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരം അല്ല പറയേണ്ടത്. ആ ഉത്തരം ഗോസ്പലിൽ എന്തായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത് പറയണം. റെഡി? എല്ലാം റെഡി ആണല്ലോ? ആഡ് ടു റീച്ച് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം, ചേർക്കുക. ഫസ്റ്റ്, അബ്രഹാം മുതൽ ക്രിസ്തു വരെയുള്ള തലമുറകൾ എത്ര? പ്ലസ് യേശുവിൻ്റെ മരണശേഷം മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരുടെ എണ്ണം. പ്ലസ് എത്ര വർഷം ഹന്ന വിധവയായിരുന്നു? പ്ലസ് യേശു സാത്താനിൽ നിന്ന് നേരിട്ട പരീക്ഷണങ്ങൾ എത്ര? പ്ലസ് ദേവാലയത്തിൽ വെച്ച് മാതാപിതാക്കൾ അവനെ കാണാതെ പോയപ്പോൾ യേശുവിൻ്റെ പ്രായം. പ്ലസ് എലിസബത്ത് എത്ര നാൾ ഒളിച്ചു പാർത്തു? ഇത് നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ എന്താണ് എന്ന് പറയണം. ഗോസ്പലിൽ ഏതെങ്കിലും ഗോസ്പലായി, പക്ഷെ ആ നമ്പർ ഒരിടത്തേ ഉള്ളൂ. ആൻസർ കിട്ടിയെങ്കിൽ ബസർ അടിക്കാം. എസ്തർ കുഞ്ഞുമോൻ. അത്ഭുതകരമായ മീൻപിടുത്തം. ആൻസർ എന്താണ്? ആ നമ്പർ എത്ര കിട്ടി? 153. മിറാക്കിൾ ക്യാച്ചിങ് ഓഫ് ഫിഷ്. അതാണ് ആൻസർ. നമുക്ക് ജസ്റ്റ് ആൻസർ ഒന്ന് കാണാം. നമ്പർ ഓഫ് ജനറേഷൻ 28. അടുത്തത് 7, 84, 3, 12, 5. ആൻസർ വരുമ്പോൾ 153 എന്ന് വരും. മിറാക്കിൾ ക്യാച്ചിങ് ഓഫ് ഫിഷ്. അതാണ് അതിൻ്റെ ആൻസർ. 42, 7, 84, 3, 12, 5 മാസം. സോ 153 വരും. അല്ല, ആൻസർ എഴുതി തെറ്റിപ്പോയതാണ്. ഓക്കെ, ആൻസർ മിറാക്കിൾ ക്യാച്ചിങ് ഓഫ് ഫിഷ് 153. അടുത്തതും ഒരു കണക്ക് ഉള്ളതാണ്, പക്ഷെ ചെറിയ കണക്കാണ്. ഡു ആസ് ഇൻസ്ട്രക്റ്റഡ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. മാത്യു എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 2 ബോക്സ് നിങ്ങൾക്ക് കാണാം. ഞാനത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഈ സൈഡിലെ ബോക്സ് കർസർ കാണാമോ? നിങ്ങൾക്ക് മൗസ് കാണാമോ? ഈ സൈഡിലെ ബോക്സിൽ എഴുതി വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആഡിങ് ആണ്. അത് ഏത് അധ്യായമാണെന്നാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, ഇനിയും ഈ സൈഡിലെ ബോക്സ് സബ്ട്രാക്റ്റ് ആണ്, കുറയ്ക്കാനാണ്. അതിൽ ഏത് വാക്യമാണെന്നാണ്. നിങ്ങൾ ആ വാക്യം കാണാതെ പറയണം. എളുപ്പമുള്ള വാക്യമാണ്, പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന വാക്യം, അതുകൊണ്ടാണ്. ഓക്കെ, തുടങ്ങാം. ആദ്യം ചാപ്റ്ററിൻ്റെ ആണ്. പത്രോസ് യേശുവിനെ എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞു? പ്ലസ് രാത്രിയുടെ ഏത് യാമത്തിലാണ് യേശു വെള്ളത്തിന് മീതെ നടന്നത്? ആൻസർ പറയരുത്. ശീലോമിലെ ഗോപുരം വീണ് മരിച്ചു പോയവരുടെ എണ്ണം മൈനസ് ഏറ്റവും ചെറിയ വാക്യം ഉള്ള അധ്യായം. ഏത് റെഫറൻസ് ആണെന്നും പറയണം, വാക്യവും പറയണം. പറഞ്ഞോളൂ. മത്തായി 7:7. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. കറക്റ്റ്. 200 പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നു. മാത്യു 7:7. ആൻസർ ഈസ് അറിയാലോ. നമ്പർ ഓഫ് ടൈംസ് പീറ്റർ ഡിനൈഡ് ജീസസ് 3. മറ്റേത് 4. മറ്റേത് 18 -11 7. മത്തായി 7:7 എന്ന് വരും. ഓക്കെ,
അങ്ങനെ നമ്മുടെ ഓക്കെ ആൻസേഴ്സ് ആണ്. ബസർ ഉണ്ട് അവസാനിച്ച്. ഇനി സ്കോർ പറയാം. സോണി എൽ 50, എസ്തർ കുഞ്ഞുമോൻ 475, പോൾസൺ 475, ജോളി ജയകുമാർ 550, ബ്യൂള ജോസഫ് 300 ആൻഡ് പേഴ്സിസ് പൊന്നച്ചൻ 575. ഓക്കെ.